കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പെയ്തൊഴിയാതെ എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ ഒരു താരത്തിൻ്റെ വാർത്തയുണ്ടായിരുന്നു. താരത്തിൻ്റെ പ്രിയപ്പെട്ട എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന തൻ്റെ അച്ഛൻ്റെ വിടവാങ്ങലായിരുന്നു മീനൂട്ടി എന്ന താരം പങ്കുവച്ചിരുന്ന വാർത്ത. എന്നാൽ അതിനുശേഷം താരത്തിന് അനുഭവിക്കേണ്ടി വന്ന വേദനയെക്കുറിച്ചാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അല്ലായിരുന്നുവെങ്കിലും ഞാൻ എൻ്റെ അച്ഛനുമായിട്ടുള്ള അടുപ്പത്തിൽ വളരെയധികം വേദനിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ ഓരോരുത്തരും എന്നോട് പരാതി പറയുന്നത്. ഞാൻ റീലിട്ടിരുന്നു, അച്ഛൻ്റെ മരണത്തിൽ എനിക്ക് യഥാർത്ഥത്തിൽ വിഷമമില്ല. ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അങ്ങനെയൊക്കെ ഒരാളോട് പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? മരണത്തിൽ കഴിയുന്ന അല്ലെങ്കിൽ മരണത്തിൻ്റെ ദുഃഖത്തിൽ ജീവിക്കുന്ന വീട്ടുകാരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് എങ്ങനെ തോന്നും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയാണ് പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പലരും എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ വിഷമത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. അങ്ങനെയൊന്നും നിങ്ങളുടെ വീട്ടിൽ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷേ സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട ഒരു കുട്ടി എന്ന നിലയിൽ എന്നോട് കുറച്ചെങ്കിലും ദയവ് നിങ്ങൾക്ക് കാണിക്കാമല്ലോ. അതുപോലും ഞാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെയൊന്നും എന്നോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയിട്ടേയില്ല. നിങ്ങളെല്ലാവരോടും എന്നോട് ദേഷ്യത്തിൽ തന്നെ പെരുമാറുകയായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നു എന്ന് നടി വെളിപ്പെടുത്തി. പെയ്തൊഴിയാതെയിൽ തന്നെ തൻ്റെ വിഷമം കൂടുതലും അറിയിക്കാതെയാണ് നിൽക്കുന്നത്. തൻ്റെ ജീവിതം ഇങ്ങനെയാണ്. എൻ്റെ അച്ഛൻ മരിച്ചു, അത് സമ്മതിച്ചു. അത് ഞാനത് മുഴുവനെ ഉൾക്കൊള്ളിട്ടില്ല. എന്നാലും നിങ്ങളത് മനസ്സിലാക്കണം. ഞങ്ങൾ ആരും ഓക്കെ അല്ല. ഞാനോ എൻ്റെ വീട്ടുകാരോ ഒരിക്കലും ഓക്കെ ആകാനോ പോണില്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വേദന ഞങ്ങൾക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് പോലും അറിയില്ല. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നായി തന്നെ പറയുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ എല്ലാവരും ഓക്കെ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല മാറ്റങ്ങളാണ് എനിക്ക് തരാനും പറയാനുമുള്ളത്. ഈ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് ജീവിക്കുകയാണ്. പതിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ പോകുന്നു. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അത് മാത്രമേ എനിക്ക് ചെയ്യാൻ സാധിക്കൂ. എല്ലാവരും എൻ്റെ പുറകിൽ നിന്ന് സംസാരിച്ചു. പലരും എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം പോലും കാണിച്ചിട്ടില്ല. എല്ലാവരും എൻ്റെ പുറകിൽ നിന്ന് സംസാരിച്ചത് ഞാൻ റീല് ചെയ്യുന്നു, ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു, എനിക്ക് സന്തോഷമാണ്, എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചതിൽ സങ്കടമില്ല, ഞാൻ ബാക്ക് ടു നോർമലായി, പെട്ടെന്ന് തന്നെ ഞാൻ ഓക്കെ ആയി, ഇങ്ങനെയൊക്കെ നോർമലാകുമോ, ഇങ്ങനെയൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ എൻ്റെ അച്ഛന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അച്ഛന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കണമോ? ഇതെൻ്റെ ജീവിതമാണ്, ഞങ്ങളുടെ വേദനയാണ്, ഞങ്ങളുടെ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ പറയാതിരിക്കണമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? എങ്കിൽ അത് കുറച്ചുകൂടി ഉപകാരമായിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെ ഉപദ്രവിക്കുന്നത് എന്തിനാണ്? ഉപദ്രവിക്കാതിരിക്കാൻ സാധിക്കുമോ എന്ന് പരിശ്രമിക്കൂ. അതാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടതെന്ന് നടി പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.